തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. കൗൺസിലർമാരുടെ കയ്യാങ്കളി കേസിൽ CPIM BJP കൗൺസിലർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. CPIM കൗൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പ്രതികളാണ് ഉള്ളത്. BJP കൗൺസിലർ നൽകിയ പരാതിയിൽ CPIM കൗൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർക്കെതിരെയും കേസുണ്ട്. സംഘം ചേർന്നതിനും V ശിവൻകുട്ടിക്കും കടകംപള്ളി സുരേന്ദ്രനുമെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തു. കോർപ്പറേഷനിൽ മേയറുടെ നേതൃത്വത്തിൽ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്ന് V ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. കേസ് പോലീസിന് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിൻ്റെ വസ്തുത കോടതിയിൽ പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഒരു കേസെടുത്തെന്ന് വിചാരിച്ചിട്ട് സമരരംഗത്ത് നിന്ന് മാറിപ്പോകുന്നവരൊന്നും അല്ലല്ലോ ഞങ്ങൾ കഴിഞ്ഞ 40-40 വർഷക്കാലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നത് അധികാരത്തിലിരിക്കുന്ന അവസരത്തിൽ മാത്രമല്ലല്ലോ. അധികാരത്തിലില്ലാത്ത അവസരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്. നാണം കെട്ട ഒരു ഗുണ്ടായിസം കാണിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലെ റീൽസ് മുഖാന്തരവും ജീവിക്കുന്ന ഒരു കോർപ്പറേഷൻ ഈ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞങ്ങളൊന്നും കാണിക്കാത്ത ഒരു അഹങ്കാരവും ധിക്കാരവും ഗുണ്ടായിസമാണ് ഇപ്പോഴത്തെ മേയറുടെ നേതൃത്വത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു കൗൺസിലറുടെ മറ്റോ ഭൂരിപക്ഷത്തിലാണ് ഇത് കോർപ്പറേഷൻ തന്നെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആത്മസംയമനം പാലിച്ചില്ലെങ്കിൽ ഇന്നലെ വലിയ സംഘർഷം ഈ കാറിനെ തടഞ്ഞു നിർത്തി ഉണ്ടാവുമായിരുന്നു. അവർ ആത്മസംയമനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട FIR-ൽ പിഴവ് വരുത്തി പോലീസ്. പ്രതിപട്ടികയിലെ CPM കൗൺസിലർ SP ദീപകിന്റെ പേരിന് പകരം ദീപക് ദേവ് എന്നാണ് പോലീസ് അബദ്ധത്തിൽ എഴുതിയിരിക്കുന്നത്. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ജിബിൻ, ഇന്നലെ നടന്ന സംഘർഷത്തിൽ അല്ലെങ്കിൽ കയ്യാങ്കളിയിൽ ഇരു വിഭാഗങ്ങളും പരസ്പരം കൊടുത്ത കേസുകളിൽ 2 വിഭാഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പ്രതി ചേർക്കപ്പെട്ട സംഭവമാണ്. അതിൽ ഇപ്പോൾ വരുന്ന ഒരു കാര്യം SP ദീപക് CPM കൗൺസിലറുടെ പേര് ദീപക് ദേവ് എന്ന് തെറ്റായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നു. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതി ചേർക്കപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. എന്താണ് അതിൻ്റെ മറ്റ് വിവരങ്ങൾ? GK കൈവിട്ട കളിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറിയത്. ഇതിലാണ് ഇപ്പോൾ 3 കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് LDF കൗൺസിലറായിട്ടുള്ള സിന്ധു നൽകിയ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇതിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ 10 BJP കൗൺസിലർമാർക്കെതിരെയാണ് ഈ ആദ്യ കേസെടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് BJP കൗൺസിലറായിട്ടുള്ള ശ്രുതി നൽകിയ പരാതിയിലാണ്. ശ്രുതിയുടെ പരാതിയിൽ 5 CPM കൗൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിലാണ് ദീപക് ദേവ് എന്ന് പറയുന്നത് CPM-ന്റെ കൗൺസിലറായിട്ടുള്ള SP ദീപകിന്റെ പേര് അതിൽ തെറ്റായി ദീപക് ദേവ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ൽ മാറ്റം വരുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2 കേസുകൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വമേധയാ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 6 പ്രതികളും അതുപോലെ കണ്ടാൽ അറിയാവുന്ന 150 പേരെയുമാണ് പ്രതികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അനധികൃതമായി ഒത്തുകൂടി അക്രമം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് BNS-ൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള V ശിവൻകുട്ടി 1-ാം പ്രതിയും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ 2-ാം പ്രതിയുമാണ്. അങ്ങനെയാണ് പോലീസ് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് V ശിവൻകുട്ടി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു സമരം ചെയ്യുമ്പോൾ അതിനെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ മാറി നിൽക്കുന്നവരല്ല, തങ്ങൾ ന്യായമായ ഒരു സമരമാണ്. കാരണം സുഗതൻ എന്ന് പറയുന്ന വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. ജിബിൻ JB, അതായത് ഇനി ഈ സമരരംഗത്ത് നിന്ന് പിന്മാറുന്ന ഒരു ലക്ഷണവും ഇല്ല എന്നാണ് V ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കയ്യാങ്കളി കേസിൽ പോലീസ് എടുത്തിരിക്കുന്ന നടപടികളുടെ വിവരങ്ങളാണ് ജിബിൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.